ഹലോ പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ പ്രകൃതി ഇങ്ങനെ എടുക്കണമെന്ന് തോന്നുന്നുണ്ടാവും. പക്ഷേ കേരള ഫാമിൻ്റെ പുതിയ വീഡിയോ തന്നെയാണത്. ഇപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ വെള്ളുവമ്പുറത്ത് മാണിപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. നമ്മുടെ പ്രിയ സുഹൃത്ത് കുഞ്ഞാപ്പുവിൻ്റെ ആലയിലേക്ക് വന്നതാണ്. മാണിപ്പറമ്പ് ആലയിലേക്ക് ആളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് നോക്കാം, കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കാം. ഇഷ്ടം പോലെ, ഞാനും ജസ്റ്റ് ഒന്ന് നടന്ന് കണ്ടിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഇഷ്ടം പോലെ കന്നുകളുണ്ട്, നല്ല ഇറച്ചിയുള്ള, നമുക്ക് ഉദയത്തിനും മറ്റു കാര്യങ്ങൾക്കും ബലിപെരുന്നാളിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന എത്രയും സ്റ്റോക്കുള്ള രീതിയിൽ, ഇനി ആവശ്യമുണ്ടെങ്കിൽ എക്സ്ട്രാ വേണമെങ്കിൽ അതിന് കൊണ്ടുവന്ന് തരുന്ന രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇതിൽ കൂടുതൽ എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ വൃത്തിയിൽ കാര്യങ്ങൾ കൊണ്ടെടുക്കുന്നുണ്ട്, അതൊക്കെ കന്നുകളിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കുഞ്ഞാപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? ഏതായാലും സന്തോഷം. എത്ര നല്ലൊരു സംഭവം. 10 കൊല്ലമായില്ലേ ഇത് തുടങ്ങിയിട്ട്? 15 കൊല്ലം. ഈ ആല 15 കൊല്ലമായി അല്ലേ? 15 കൊല്ലമായിട്ട്. ഓക്കെ, അത് നല്ല ഇൻ്റർലോക്കൊക്കെ പതിച്ച് അടിപൊളിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, വൃത്തിയിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് ഇപ്പോൾ കന്നുകൾ പെരുന്നാൾക്ക് സ്റ്റോക്ക്? സ്റ്റോക്ക് ഇതാ ഒരു 75 പോത്തുകളുണ്ടാവും. 75 പോത്തുകൾ. ഒരു 100ന്റെ അടുത്ത് കാളയുണ്ട്. 100ന്റെ അടുത്ത് കാളകളുണ്ട്. ഇപ്പൊ നിലവിലുള്ളതാണ്, എത്തിച്ചു കൊടുക്കും. ബാക്കിയുള്ളത് കന്ന് വന്നുകൊണ്ട് കാണുന്ന ചന്തി വിറ്റത് ഇപ്പൊ ഇവിടെ വന്ന ലോഡുകൾ. എവിടുന്ന കന്ന് ഇറക്കല്? തമിഴ്നാടാണ്. അപ്പൊ നല്ല കന്നുകളെ നല്ല കന്ന് ഇതിനായിട്ട് മറ്റേ അറിവിന്റെ കന്ന് ഇറക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. എത്രയാണ് നമ്മളിപ്പോ ഇതിന് ഓരോന്നിന്റെ ജസ്റ്റ് വില എന്ന് പറയാം? പോത്ത് 2.5 കിൻഡൽ ഇറച്ചിയുണ്ട്. പോത്ത് ഇതിന് ഞാന് 2.5 ഉണ്ടാവും ഈ പോത്ത്. ഇതിന് ഞാനൊരു 95 ഒന്നൊക്കെ ചോദിക്കണേ. ഒന്നിന്റെ അടുത്ത് ചോദ്യമുണ്ട്. പെരുന്നാളായിട്ട് നിലവാരത്തിൽ കൂടിക്കണോ? ഒരു ലേസം പൊടിക്ക് കൂടും. ഓക്കെ ഓക്കെ. ഞാൻ അടുത്ത ആഴ്ച ഒന്നുകൂടി കൂടാനാ സാധ്യത. ഓക്കെ. ഇത് രണ്ടാമത്തേന് എത്ര വില ആയിരുന്നു? ഇതൊരു 80 റുപ്യ. ഓക്കെ, ഇതൊരു 70 റുപ്യ. ഓക്കെ. നമുക്ക് ഒരു വീഡിയോ തന്നെ കുഴപ്പമില്ലാതെ. പിന്നെ വലിയ പൂത്തുള്ളത് വില പറഞ്ഞിട്ട് ഇങ്ങനെ പോവാം. ഇതും 95 റുപ്യ. അത്യാവശ്യം ഇതൊക്കെ 3ന്റെ മേലെ വരുന്ന കന്നുകളാണ്. 2.5 ഇതിലുണ്ട്. 3ന്റെ നല്ല ഫിനിഷിംഗ് ഉള്ള പോത്തുകൾ. 3ന്റെ അവിടെ എത്ര നമ്മൾ ചോദിക്കണം? 1ന്റെ മേലൊക്കെ 1.10 കഴിക്കണം. 1.10 ഇതാക്കണം. ഇവിടെ 2 പോത്ത് 1.10 കഴിക്കണം. അതൊക്കെ നല്ല തൂക്കണം. 3ന്റെ നല്ലോണ്ടാവും. എന്താ പോത്തുകൾ അതിനൊക്കെ അടുത്ത് ഇതൊരു 85 റുപ്യ ചോദിക്കണേ. എത്ര ഉണ്ടാവും? ഇത് 2ന്റെ ഉണ്ടാവുള്ളൂ. 2.5 ഉണ്ടാവും. അടുത്തത് ഇത് 75 റുപ്യ. ഇതൊരു 60 തോതിലുള്ള കന്ന്. 55-60 ഒക്കെ കിട്ടി നമുക്ക് കൊടുക്കുന്ന കന്നാണ്. 55-60 തോതിലുള്ള. ഇതിന് കമ്പക്കാരുണ്ടാവും. ഇങ്ങനത്തെ ഇപ്പൊ നമുക്ക് 8-10 മഹലൊക്കെ വെച്ചാൽ നമുക്ക് കൊടുക്കാൻ കഴിയും. ഉണ്ടാവും അല്ലേ? സാധനം ഉണ്ടാവും. 65 തോതിലുള്ള കന്ന്. 75 റുപ്യ. ഇത് 65 റുപ്യ. നല്ല കന്ന. ഇത് 85 റുപ്യ. ഓക്കെ, പറയും. ഇത് 85 റുപ്യ. ഇത് കുറെ പൂത്തുകളുണ്ട്. ഇവിടെ പോത്ത് എത്ര ഉണ്ടാവും? ഇത് 2.5 അടുത്തുണ്ടാവും. ഇതൊക്കെ ക്ഷീണം കൊണ്ട് ഇങ്ങനെ കിടക്കാണ്. ഇതൊക്കെ ഇന്നത്തെ ചന്തയിൽ വിറ്റത് വേറെ. ഇത് ഇപ്പൊ വന്നാണ് 2-3 ലോഡ് കന്ന് വന്നത്. ഇപ്പൊ വന്നത് പിന്നെ പഴയത് സ്റ്റോക്ക് ഇവിടെ ഒരു ഏകദേശം 10-600 കിലോമീറ്റർ യാത്ര ചെയ്ത് വരില്ല. ആ ക്ഷീണാണ്. ഇതാ കാളകൾ ഉണ്ട് കേട്ടോ. ഇവിടെ നോക്കിയാണ് ഒരു തലക്കന്ന് കാണാൻ നിങ്ങൾക്ക്. കാളകൾ 100ന്റെ മേലുണ്ടത്. ശരിയാ. ബാക്കിൽ നോക്കണം. ഏവം കാളാര്. നല്ല കാള, നല്ല പവറാൻ കളഞ്ഞ അടിപൊളി കാളാര്. അതിന്റെ റേറ്റ് കൊണ്ട് പറഞ്ഞു കൊടുത്താളി. അത് 75 റുപ്യ. ഇത് 80 റുപ്യ. മലയാളം അല്ല, ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കഴിക്കാനായിട്ട് കാണണമെങ്കിൽ സ്ഥലം ഇല്ലാത്തോണ്ടേ ആകെ മഴ ഇങ്ങനെ വരുന്നോണ്ട് കാളക്കന്ന് നമുക്ക് പുറത്ത് കെട്ടാൻ പറ്റില്ല. അപ്പൊ മറ്റേതൊക്കെ നമുക്ക് പുറത്ത് കെട്ടാം, ഇത് പുറത്ത് കെട്ടാൻ പറ്റില്ല. ഇതൊക്കെ ഓരോ ഐറ്റങ്ങളാണ്. ഇത് 55, 60, ഇത് 50, ഇത് 55. ഇതൊക്കെ ഉള്ളോടത്ത് കെട്ടി. അത് ഒരു 35 വേനി. 5 കന്ന് 35 വേനി. 5 കന്ന് 35. ഈ ആലിക്ക് ഒരു 3-4 ആയിട്ട് ആലയാണ്. ഇതിവിടെ 60 റുപ്യ വിൽക്കണേ. നല്ല കാള, ചെറുപ്പം കുറുമ്പേറാണ്. ഇത് 45 റുപ്യ. ഇത് 45 റുപ്യ. ഇത് 3 45 തന്നെയാണ്. ഇത് 55 റുപ്യ, 60 റുപ്യ വില വരുന്ന കാള.
അതൊക്കെ കുറച്ച് തൂക്കം കൂടുതലുണ്ട്. തൂക്കം ഇറച്ചി കൂടുതലുണ്ട്. ഇതൊരു 50 റുപ്യ, ഇത് 40, ഇത് 50, ഇത് 55, ഇത് 65 റുപ്യ. ഈ കാള കുറേ ഉണ്ട്. ഇതൊക്കെ ഈ കാള പവറാട്ടോ. ഇത് കുറച്ച് വില കൂടും. ഇതൊരു 70-72 റുപ്യ ചോദിക്കണേ. എന്തെങ്കിലും കുറച്ചും കൊടുക്കൂട്ടോ. പൊടിക്ക് കുറയും. പൊടിക്ക് കുറയും. ഇനി ഇതൊക്കെ ചീമകാളാര് കുറേ. അടുത്ത ആലില്, ഈ ആലില് ചീമകള്, ഇറച്ചിക്കാളകൾ, ചീമക്കാളകൾ 100 ആളുടെ മേലുണ്ട് ഇവിടെ. എന്താ പറയുക, പണിക്കാർ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് ഇവിടുത്തെ പ്രത്യേകത. വൃത്തിയുണ്ട്, ഇഷ്ടം പോലെ. നല്ല വൃത്തി. ലോക്കൽ ഇന്നിപ്പോ 5 ആളുണ്ട് ഇവിടെ. ഇതൊക്കെ ഒന്ന് കൈകാണ്ട്. അതിനെന്താന്നോ, ഇതിപ്പോ മറ്റേതേ ഇത് എത്ര വില ചോദിക്കണേ? ഇതൊക്കെ 80 റുപ്യ. 80 റുപ്യ. ഇത് 75-80. 80 ചോദിച്ചാൽ നമുക്ക് 70-72 അങ്ങനെ കൊടുക്കാം. ചോദ്യം നോക്കണ്ട, നിങ്ങൾ സംസാരിക്കാൻ ഇവിടെ നേരിട്ടോ ഫോണിലൊക്കെ വിളിച്ചാൽ തന്നെ കാര്യങ്ങൾ കുറയും. ഇതൊന്നും എല്ലില്ല കേട്ടോ, ഇറച്ചി മാത്രമുള്ളതാണ് ചീമക്കാളകൾ. മാതിരി ഇറച്ചിയാണ്. അജ്ജാതി ഇറച്ചി വീഡിയോയിൽ കാണുമ്പോൾ ചെറുതായിട്ട് തോന്നുമായിരിക്കും, പക്ഷെ ഇതൊക്കെ വലിയ വലിയ കാളാണ്. മറ്റേ ഇതിലൊക്കെ കാണുമ്പോഴേ ഫോട്ടത്തിൽ കാണാൻ മാറിക്കല്ലത്. ഇത് അതിന്റെ ഇടയിലൊരു അറിവുണ്ട് അല്ലേ? ഇടത്തരം ജല്ലിക്കെട്ടാട്ടോ. ഇത് അവിടെ തമിഴ്നാട് ജല്ലിക്കെട്ടിന് നല്ല നല്ല ഫുള്ള് പവറുള്ള കന്ന് ഇതിന് പരിപാടിക്ക് പറ്റുള്ളൂ. അപ്പൊ പവറുള്ള കന്നേ കമ്മിറ്റിക്കൊക്കെ വേണ്ടിയ എല്ലാവർക്കും കണ്ണിന് പിടിക്കണം. എല്ലാവർക്കും കണ്ണു പിടിക്കും. വന്നാ പറ്റാത്ത കേസ് ഉണ്ടാവില്ല. ഒക്കെ നല്ല കന്നാതാ. ഇവിടെ കിടക്കണ ഒരു ബാങ്കം കുറുമ്പം. അതാ ഈ വലിയ ആളതാ. എത്ര ലാസ്റ്റത്ത്? അത് 85 റുപ്യ. 85. നല്ല കാളെ. നമ്മളപ്പുറത്ത് പറഞ്ഞ വിലക്ക് ചോദ്യമല്ലേ? ആ ചോദ്യമാണ്. വിട്ടോളം കുറയും. ധൈര്യമായിട്ട് പോരും. അപ്പൊ അതിന്റെ മേലേക്ക് പോകില്ലാന്ന് സമാധാനിച്ചോളി. അതിന്റെ കീപ്പിട്ടിക്കണ വില വരുള്ളൂ. അപ്പൊ അതിനനുസരിച്ച് ഇങ്ങനെ പോരി. കണ്ടോ, നല്ല 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 കാളകൾ. നമ്മൾ ഒന്നും എതിർത്ത് പറയാം. നമ്മൾ വീഡിയോ പലയിടത്തും ചെയ്യലുണ്ട്, പക്ഷെ അങ്ങനെ വൃത്തിയുള്ള കാളകൾ കമ്മിയാണ്ടാൽ അപ്പോൾ ദയവായിട്ട് പോന്നോളി. ധൈര്യമായിട്ട് വലിയ കാള. ചീമ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചീമ. ഇനി ഇവിടെ കേട്ടോ, ഇപ്പുറത്തേക്ക് വരി. അത് ചെറിയ എരുമാളൊക്കെയാണ്. അത് ഇനി 60 കൊടുക്കാൻ പറ്റിയ എരുമാളുണ്ട് അവിടെ. പിന്നെ ചെറിയ പോത്താളുണ്ട് ഇവിടെ. ഈ ചെറിയ കാള കുട്ടികളൊക്കെ ഉണ്ട്. ഈ ടൈപ്പ് പോത്തുകൾ എങ്ങനെ വില വരുന്നത്? ഏത്? അതൊക്കെ ഒരു 35-40 എനിക്ക് കൊടുക്കണ പോത്തുകളാണ്. 35 അങ്ങനത്തെ സൈസ്. അത് ചിലപ്പോ വളർത്താനും കൊണ്ടുപോകും. അറക്കാനും പ്രായമായിട്ടില്ലേ? പ്രായമായിട്ടുണ്ട്. അത് ചില അമ്പളപ്പെടുത്ത ആൾക്കാർക്കൊന്നും കുറച്ച് പറ്റില്ല. കോഴിക്കോട്ടുകാരൊക്കെ വരികയാണെങ്കിൽ കൊണ്ടുപോകും. ഇതൊക്കെ കോഴിക്കോട്ടുകാർക്ക് പറ്റിയാന്നോ ഈ കാളക്കുട്ടി? ഇതൊക്കെ ചെറുതാ. ഇത് പശുണ്ട് അതിന്റെ അടിയിൽ. ഞാൻ അവിടെ തലക്കൊക്കെ എങ്ങനെ വില വരുന്നത്? ഏത്? ആ തലക്കത്തൊക്കെ എങ്ങനെ വില വരുന്നത്? അതൊക്കെ 35 തോതില്ല. അവിടെ ഒരു 2 കാള. അതൊക്കെ ചെറുതാ. ഒന്ന് പശുണ്ട്, മറ്റേ 35 പേന് വരുന്നതാണ്. 35. ഇഷ്ടം പോലെ ഉണ്ട്. ഇഷ്ടം പോലെ ഞാൻ വെറുതെ എന്തെങ്കിലും പറയില്ല. വീഡിയോയിൽ വെറുതെ പൊലിപ്പനാക്കി സംസാരിക്കുമല്ല. നല്ല സാധനങ്ങളുണ്ട്. ഇതൊക്കെ ഏകദേശം പ്രത്യേകം വെച്ചാൽ 40-45 റുപ്യക്ക് ഈ മൂരികളും കാളകളൊക്കെ പോരും എന്നുള്ളതാണ്. നിങ്ങൾ വണ്ടിയിൽ കയറിയിട്ടാണ് പോരും. അപ്പുറത്തുള്ളതും ഏറി വന്ന 75 ലെവലിലൊക്കെയാണ്. ഒരു തറ്റത്ത് വലിയ 2-3 ഉണ്ടെങ്കിൽ മാത്രമേ 80 ചോദിക്കുന്നുള്ളൂ. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾ പോരി. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. കണ്ടോ, നല്ല എടുപ്പുള്ള ടൈപ്പ്. വെള്ളം കാട്ടിയില്ല.